ഞാൻ തന്നെ മമ്മിയുടെ അടുത്ത് ഇറക്കിട്ടെ, ആ വഴിക്കങ്ങ് പോ. അതൊന്നും വേണ്ട. പോകുന്ന കാര്യത്തിന് ഒരു മുടക്കവും വേണ്ട. ഞാന് വണ്ടി വരാൻ പറഞ്ഞോളാം. പൂജയുടെ സമയമാകുമ്പോഴേക്കും ഞാൻ കളരിക്കൽ തിരിച്ചെത്തുകയും ചെയ്യാം. എന്നാ പിന്നെ ശരി മാഡം, പോട്ടെ. ശരി, സൂക്ഷിച്ചൊക്കെ പോണേ. കേറി സാറേ. അമ്മേ, അമ്മേ. മോളെ, മോളെ, ഇതെന്താ ഇങ്ങോട്ട് പോകുന്നത്? അത് ശരി, ഞാൻ അമ്മയെ ഇടയ്ക്കിടയ്ക്ക് വന്ന് കണ്ടില്ലെങ്കില് അമ്മയ്ക്ക് സമാധാനം കിട്ടുമോ? എന്നിട്ടേ ഞാൻ വന്ന കാരണം എന്താന്ന് ചോദിക്കാം. വന്നത് നന്നായി. അതില് സന്തോഷമുള്ള കാര്യം അമ്മയ്ക്ക് വേറെയില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ നീ? നവീന്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ? അതെ, നവീന്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ അവിടെ ഇഷ്ടം പോലെ ആളുകളുണ്ടമ്മേ. അങ്ങനെ അല്ലല്ലോ. ഒരു ഭാര്യയുടെ ചുമതലയായിട്ട് നവീന്റെ കാര്യങ്ങൾ നോക്കണമെന്നല്ലേ ഞാൻ പറഞ്ഞേ. അതെങ്ങനെയാമ്മേ? നവീന്റെ മുന്നില് താലി കെട്ടാൻ നിന്നു കൊടുത്തത് സിത്താരമ്മയുടായിട്ടുള്ള കരാറിന്റെ ഭാഗമായിട്ടല്ലേ? ഈ 41 ദിവസത്തെ വ്രതവും അങ്ങനെ തന്നെയാ. അതിന്റെ ഇടയ്ക്ക് വെറുതെ എന്തിനാ ആവശ്യമില്ലാത്തൊരു ബാധ്യത വരുത്തി വെക്കുന്നേ? അതൊന്നും എനിക്ക് കേക്കണ്ട. എന്നോട് ഇനി ഒന്നും പറയേം വേണ്ട. നീ ആർക്കും പകരക്കാരിയായി നിന്നു കൊടുത്തുവെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ലേ. നവീൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയിട്ടുണ്ടെങ്കിൽ അത് സത്യമാ. നവീൻ നിന്റെ ഭർത്താവാ. അമ്മയ്ക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നേ? അമ്മേ, നമ്മളെ വേറെ മുതലൊന്നും കൂട്ടി വെച്ചിട്ടില്ല. നമ്മുടെ കയ്യില് ആകെയുള്ള സമ്പത്ത് ഈ ഒരു വിശ്വസ്തത മാത്രം. അതും കളഞ്ഞു കുളിക്കണോ? ആരോടാ നീ വിശ്വസ്തത കാണിക്കുന്നേ? വേഷം കെട്ടാൻ പറഞ്ഞപ്പോ നിന്നോട് എന്താ പറഞ്ഞേ? ആ പെൺകുട്ടിയുടെ ജാതകത്തിൽ എന്തോ ചെറിയൊരു പ്രശ്നം, അതല്ലേ? അല്ലാതെ നിന്നെ കൊലയ്ക്ക് കൊടുക്കാനാണെന്ന് പറഞ്ഞോ? നിന്റെ ജീവൻ അപകടത്തിലാക്കിയവരോട് നീ എന്തിനാ കാരുണ്യം കാണിക്കുന്നത്? അവിടുന്ന് ഇങ്ങോട്ടില്ലാത്തത് തിരിച്ചും വേണ്ട. 41 ദിവസമല്ലേ, 41 വർഷം കഴിഞ്ഞാ പോലും നവീൻ കെട്ടിയ താലി നിന്റെ കഴുത്തിൽ നറുത്തു മാറ്റുന്നത് കാണാൻ എനിക്ക് പറ്റില്ലേ? കൃഷ്ണ